എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യമക്കളോടുള്ള ദൈവത്തിൻ്റെ അനന്തസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ദിവ്യകാരുണ്യം. ആ വലിയ സ്നേഹത്തിൽ നിന്നും ഉയർക്കൊണ്ട ദൈവിക പദ്ധതിയുടെ നിത്യസ്മാരകവും നിത്യജീവൻ എന്നും പകരുന്ന അക്ഷയഖനിയുമാണ് അത്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് വചനം പറയുന്നു. അതെ, വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ അനന്തകാരുണ്യം ഓരോ ആത്മാക്കൾക്കും കൂടാരമായി മാറും. ദിവ്യകാരുണ്യമായി മാറി ദൈവത്തിൻ്റെ ഏകജാതൻ അവർക്ക് ജീവൻ പകരും. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു, ഈ ലോകത്തിലെ എല്ലാ നന്മയും ചേർത്തുവെച്ചാലും അതിനു മീതെയാണ് ദിവ്യകാരുണ്യം. കാരണം അത് മനുഷ്യനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ദൈവത്തെ പ്രതി മനുഷ്യർ നടത്തിയ രക്തസാക്ഷിത്വങ്ങളെല്ലാം ചേർത്തുവെച്ചാലും ദൈവപുത്രൻ്റെ ബലിയുമായി താരതമ്യപ്പെടുത്താനാവില്ല. കാരണം ദിവ്യബലി എന്നാൽ മനുഷ്യനു വേണ്ടി ദൈവം അർപ്പിച്ച ബലിയാണ്. നമ്മെ ആത്മാവിൽ നവീകരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹകൂദാശയാണ് ദിവ്യകാരുണ്യം. മാനുഷികമായ എല്ലാ കുറവുകൾക്കും മീതെ നമ്മെ നവീകരിക്കുന്ന വലിയ ശക്തിയാണ് അത്. ഈ ജീവിതത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ശാരീരികവും മാനസികവുമായ അപര്യാപ്തതകൾക്കുമീതെ ആത്മാവിൻ്റെ നവീകരണത്തിലൂടെ യഥാർത്ഥ ദൈവമക്കളായി നമ്മെ വളർത്തുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് ദിവ്യകാരുണ്യ ഈശോയോട് ചേർത്തു നിർത്തി വളരുവാൻ അഭ്യസിപ്പിക്കാം. എൻ്റെ ലൈഫിൽ എൻ്റെ ദൈവം എനിക്ക് തന്നേക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ഡെയിലി മാസിന് പോകാൻ പറ്റുക എന്നുള്ള കാര്യം. എൻ്റെ ഫ്രണ്ട്സിനെയും ബാക്കിയുള്ളവരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരിലും കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഡെയിലി മാസിന് പോകണം, കുർബാന സ്വീകരിക്കണം എന്നതിനൊക്കെയുള്ള ഒരു വലിയ ഇൻസ്പിറേഷൻ എൻ്റെ പാരൻസാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ ഞങ്ങൾ കൂടുതൽ ദൈവത്തോട് അടുക്കാനായിട്ട് ഞങ്ങൾക്ക് തോന്നും. എൻ്റെ അപ്പയും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ദൈവം ഞങ്ങളെ അനുവദിക്കുകയില്ല. ഞാൻ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ച ശേഷം ഇന്ന് വരെ ഡെയിലി മാസ് പോവാതിരിക്കാൻ പറ്റിയിട്ടില്ല. എവിടെ പോയാലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ദൈവം ഞങ്ങൾക്ക് ഡെയിലി മാസ് കാണാനുള്ള അനുഗ്രഹം തന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലാനുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. എവിടെ പോയാലും ഇപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷന് പോയാലും തിരിച്ചു വന്നിട്ടായാലും എത്ര രാത്രിയായാലും എത്ര ടയേർഡാണെങ്കിലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അതിനുള്ള അനുഗ്രഹം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ തന്നെയാണെങ്കിലും 10th ലാസ്റ്റ് ടൂറാണ്, എല്ലാവരും പോകുന്നുണ്ട്, ഞാൻ മാത്രം പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബാക്ക്വേർഡ് വേറൊരു ചിന്ത വരും. ബട്ട് ഞങ്ങൾക്ക് പപ്പയും അമ്മയും പറഞ്ഞു കുർബാന മുടങ്ങിയിട്ടുള്ള യാതൊരു കാരണമാണ്. പക്ഷെ അത് ഒരു നല്ല ഇതിനായതുകൊണ്ട് ഞങ്ങൾ ഞാനും ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ടൂറിൻ്റെ ഇതായപ്പോൾ പൈസയുടെ കാര്യം ഇത് വന്നപ്പോൾ അപ്പയും അമ്മയും ഒന്നും നോക്കില്ല, ഉടനെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു. ഞങ്ങൾ വേറെ ഒന്നും ആലോചിച്ചില്ല. കുർബാനയ്ക്ക് വേണ്ടി അപ്പയും അമ്മയും എന്ത് സാക്രിഫൈസ് ചെയ്യാനും റെഡിയാണ്. സോ അത് കാണുമ്പോൾ ഞങ്ങൾക്കും കൂടുതൽ തീക്ഷ്ണത, ഞങ്ങൾ ഈ ദൈവിക കൂടുതൽ തീക്ഷ്ണതയുള്ളവരായി
വളരുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ജെറോം പറയുന്നു, ഭക്ഷണം നൽകാതെ ജൂതന്മാരെ മരുഭൂമിയിലൂടെ പറഞ്ഞയക്കുവാൻ ക്രിസ്തു തയ്യാറായില്ല. കാരണം വഴിയിൽ അവർ തളർന്നു വീണേക്കുമെന്ന് അവൻ ഭയന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊന്നുണ്ട്. ജീവന്റെ അപ്പം കൂടാതെയുള്ള സ്വർഗയാത്ര എത്ര അപകടകരമായിരിക്കും. നിത്യം നമ്മോടൊപ്പമുള്ള ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. ഈ ലോകയാത്രയിലും സ്വർഗയാത്രയിലും നമുക്ക് അനന്തമായ ഊർജം പകർന്നുകൊണ്ട് ദിവ്യകാരുണ്യമായി അവിടുന്ന് നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. വചനം പറയുന്നു, പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നും ജീവിക്കും. അതെ, ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാൽ ദിവ്യകാരുണ്യത്തിൽ നിന്നകലുവാൻ നമുക്കൊരിക്കലുമാവില്ല. എൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ 2012 ഏപ്രിൽ 22 ഞാൻ ഇന്നേ വരെ മുടങ്ങാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കാറുണ്ട്. കുർബാന സ്വീകരിക്കുന്നതിന് 1 വർഷം മുമ്പ് തൊട്ട് ഞാൻ കുർബാനയ്ക്ക് പോയി തുടങ്ങി. അത് ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛൻ ഫാദർ ജെയിംസ് പെരേപ്പാടൻ അച്ഛൻ പറഞ്ഞിട്ടാണ്. എല്ലാ ദിവസവും അച്ഛൻ കുർബാന ചൊല്ലുമ്പോൾ അച്ഛൻ ഡെയിലി പപ്പേനെയും മമ്മീനെയും ചേട്ടനെയും ചേച്ചീനെയും കാണാറുണ്ട്. അപ്പോൾ അച്ഛൻ മനസ്സിൽ വിചാരിച്ചു, ഇവരെല്ലാ ദിവസവും വരുന്നുണ്ട്, അപ്പോൾ ഇവർ 4 പേര് മാത്രം ഉണ്ടായിരിക്കുള്ളൂ കുടുംബത്തിൽ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ദിവസം അച്ഛൻ വീട് സന്ദർശനത്തിന് വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ നോക്കിയപ്പോൾ ഒരാളും കൂടെ ഉണ്ട്, 5 പേരുണ്ട്. അപ്പോൾ അച്ഛൻ വിചാരിച്ചു, നീ പള്ളി വരാറില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ വരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെന്താ, നീ ഇനി തൊട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വരത്തില്ല, എനിക്ക് പറ്റത്തില്ല, ഞാൻ വരത്തില്ല, രാവിലെ എഴുന്നേക്കണ്ടേ, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് പറ്റത്തില്ല, നീ നോക്ക്, നീ ഒന്ന് ആലോചിച്ച് വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ രാവിലെ തനിയെ എഴുന്നേറ്റപ്പോൾ നോക്കിയപ്പോൾ സാധാരണ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇവർ പള്ളിയിൽ പോയി കാണും. പക്ഷേ അന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ ഇവർ ഒരുങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും കൂടെ പള്ളിയിൽ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സന്തോഷം, അവർ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് പള്ളിയിൽ പോയി. അന്ന് തൊട്ട് പിന്നെ ഇന്ന് വരെ ഞാൻ കുർബാനയ്ക്ക് മുടങ്ങിയിട്ടില്ല. ഈ 4 വർഷം മുടങ്ങാതെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇന്ന് രാവിലെ വരെ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാർട്ട് പറയുന്നു, വെളിച്ചവും ഊർജവും പകരുന്ന ഒരു തിരുനാളം പോലെ ദിവ്യകാരുണ്യത്തിൻ്റെ വക്താക്കളായി നമുക്ക് മാറാം. അവനെ ഇനിയും അറിയാത്തവർക്കിടയിൽ സാക്ഷ്യവും, അവനെ അറിയുകയും വേദനകൾ ജീവിതത്തിൽ സഹിക്കുകയും ചെയ്യുന്നവർക്ക് ധൈര്യവും പകരുന്ന ദൈവദൂതന്മാരായി നമുക്ക് മാറാം. ഒരു നിമിഷം ചിന്തിക്കാം. നമ്മെ നവീകരിക്കുന്ന, ഊർജം പകരുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹ സാന്നിധ്യത്തെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഇനിയും കഴിഞ്ഞിട്ടുണ്ടോ? സ്വീകരിക്കുകയും താതാത്മ്യപ്പെടുകയും ലോകത്തിന് വെളിച്ചമായി മാറുകയും ചെയ്യാനുള്ള വലിയ ദൈവവിളിയോട് മറുതലിക്കുകയല്ലേ നാം പലപ്പോഴും ചെയ്യാറുള്ളത്? അനന്തസ്നേഹമാകുന്ന ദൈവത്തിൻ്റെ വിസ്മയനീയമായ രക്ഷാകര പദ്ധതികളോട് ചേർന്നു നിന്ന് ഈ ലോകത്തിൽ അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.
തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോ വണയും നിമിഷമിതാ തിരുഭോജ്യമായി സക്രാരിയിൽ നാഥൻ അണയും സമയമിതാ മനസ്സിലെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയും നീതാ കരുണ തുളുമ്പുമേ അൾത്താര തന്നില ഈശോ എഴുന്നള്ളുന്നു ഓ എൻ്റെ യേശുവേ ഓ എൻ ജീവനേ നീ എന്നിൽ നിറഞ്ഞ ഞാൻ എത്ര ഭാഗ്യവാൻ ഓ എൻ്റെ യേശുവേ ഓ എൻ ജീവനേ നീ എന്നിൽ നിറഞ്ഞ ഞാൻ എത്ര ഭാഗ്യവാൻ. നീ വരുമ്പോൾ എൻ മാനസം നന്ദിയാൽ നിറയും നീ നിറഞ്ഞാൽ എൻ ജീവിതം ധന്യമായി തീരും എന്നാവിൽ നീ അലിയും നിമിഷം സ്നേഹമേ എൻ സ്വന്തമാകും നീ എന്നാവിൽ നീ അലിയും നിമിഷം സ്നേഹമേ എൻ സ്വന്തമാകും നീ ഓ എൻ യേശുവേ ഓ എൻ ജീവനേ നീ എന്നിൽ നിറഞ്ഞ ഞാൻ എത്ര ഭാഗ്യവാൻ ഓ എൻ യേശുവേ ഓ എൻ ജീവനേ നീ എന്നിൽ നിറഞ്ഞ ഞാൻ എത്ര ഭാഗ്യവാൻ. നീ മൊഴിഞ്ഞാൽ എൻ ഹൃദയം ശാന്തമായി തീരും നീ തൊടുമ്പോൾ എന്നധരം തിരുവചനം മൊഴിയും എന്നുള്ളിൽ നീ നിറയും നിമിഷം സ്നേഹമേ നിന്നോടു ചേരും ഞാൻ എന്നുള്ളിൽ നീ നിറയും നിമിഷം സ്നേഹമേ നിന്നോടു ചേരും ഞാൻ തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോ വണയും നിമിഷമിതാ തിരുഭോജ്യമായി സക്രാരിയിൽ
സമയമേതാ. മനസ്സിലെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയും നീതാ. കരുണത്തുളുമ്പുമീ അൾത്താര തന്നിലാ ഈശോ എഴുന്നള്ളുന്നു. ഓ എന്നേശുവേ, ഓ എൻ ജീവനേ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. ഓ എന്നേശുവേ, ഓ എൻ ജീവനേ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. ആയിരത്തി 234 ഒരു സന്ധ്യാസമയം ഇറ്റലിയിലെ പ്രശാന്തസുന്ദരമായ അസീസി എന്ന ഗ്രാമപരിസരം അന്ന് ഫ്രെഡറിക് രണ്ടാമൻ ചക്രവർത്തിയുടെ പടപ്പുറപ്പാടിനാൽ വിറകൊണ്ടു. അസീസി പിടിച്ചടക്കുവാനായി അദ്ദേഹത്തിന്റെ സൈന്യം സ്പോലേട്ടോ താഴ്വരയിൽ തമ്പടിച്ചു. അന്നു രാത്രിയിൽ അസീസിയുടെ അതിർത്തിയിലുള്ള സാൻ ഡാമിയാനോ പള്ളിയുടെ ഭിത്തിയിലൂടെ പട്ടാളക്കാർ അസീസിയിലേക്ക് അതിക്രമിച്ചു കയറുവാൻ ശ്രമം തുടങ്ങി. പാവപ്പെട്ടവരായ ജനങ്ങളെല്ലാം ഭീതിയിലാഴ്ന്നു. നേരം പുലരുമ്പോൾ തങ്ങളുടെ സ്വത്തുക്കളും കുടുംബവുമെല്ലാം പട്ടാളക്കാർ തകർക്കുമെന്ന് അവർക്കുറപ്പായി. സാൻ ഡാമിയാനോ പള്ളിക്കടുത്തുള്ള സന്യാസ ഭവനത്തിൽ രോഗിണിയായി കഴിഞ്ഞിരുന്ന ഒരു സന്യാസിനി വിവരമറിഞ്ഞെങ്കിലും തെല്ലും പതറിയില്ല. അവൾ സാവകാശം എഴുന്നേറ്റ് അവളുടെ മുറിയോട് ചേർന്നുള്ള ചാപ്പലിലെ സക്രാരിയിൽ നിന്നും തിരുവോസ്തി സൂക്ഷിച്ചിരുന്ന തിരുപാത്രം കൈകളിലെടുത്തു. എന്നിട്ട് ഗോവണികൾ ചാരി അതിക്രമിച്ചു കയറുവാൻ ശ്രമിച്ചിരുന്ന പട്ടാളക്കാർക്ക് കാണാൻ കഴിയുന്ന വിധം ദിവ്യകാരുണ്യം ഉയരത്തിലുള്ള ഒരു ജനാലയ്ക്കൽ സ്ഥാപിച്ചു. അവൾ ദിവ്യകാരുണ്യം കൈകളിലുയർത്തിയ നിമിഷം തന്നെ ഗോവണികളിലുണ്ടായിരുന്ന അക്രമികളുടെ കണ്ണിൽ അതിശക്തമായ ഒരു ദൈവീക പ്രകാശം പതിക്കുകയും അവർ പിന്നോട്ട് മറിഞ്ഞു വീഴുകയും ചെയ്തു. ശേഷിച്ചവർ ഭീതിതരായി ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അസീസി വലിയൊരു ദുരന്തത്തിൽ നിന്നും വിമുക്തമായി. അസീസിയിലെ വിശുദ്ധ ക്ലാരയായിരുന്നു ആ സന്യാസിനി. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്വാധീനത്താൽ സന്യാസം തെരഞ്ഞെടുക്കുകയും തുടർന്ന് അത്ഭുതകരമായ വഴികളിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത വിശുദ്ധ ക്ലാരയുടെ ജീവിതം ദിവ്യകാരുണ്യത്തിൻ്റെ സജീവ സാക്ഷ്യമാണ്. ഇറ്റലിയിലെ സാസോ റൂസോയിലെ ഒരു പ്രഭു കുടുംബത്തിൽ 1194 ജൂലൈ 16 ജനിച്ച വിശുദ്ധ ക്ലാരയുടെ ആത്മീയ ജീവിതത്തിന് വഴികാട്ടി അമ്മ ഓർട്ടോലാനയായിരുന്നു. ഒരു പുണ്യവതിയായിരുന്ന അവർ തൻ്റെ ജീവിതാവസാന കാലം വിശുദ്ധ ക്ലാരയ്ക്കും സഹോദരി ആഗ്നസിനുമൊപ്പം സന്യാസ ഭവനത്തിലാണ് ചെലവഴിച്ചത്. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് ക്ലാരയ്ക്ക് 12 വയസ്സായപ്പോൾ മുതൽ ഒരു ഉയർന്ന കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തയക്കുവാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവളുടെ ഇഷ്ടപ്രകാരം 18 വയസ്സുവരെ വിവാഹം നീട്ടിവച്ചു. എന്നാൽ 18-ാം വയസ്സിൽ ശ്രവിച്ച അസീസിയിലെ ഫ്രാൻസിസിന്റെ പ്രഭാഷണം
അവളുടെ ജീവിതഗതി മാറ്റുവാൻ കാരണമായി. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് അവളെന്ന് ഫ്രാൻസിസ് പറഞ്ഞു. 1211 ഓശാന ഞായറാഴ്ച ഏവരും പള്ളിയിൽ പോയ സമയം അവൾ ഫ്രാൻസിസിനെ അനുഗമിക്കുവാനായി വീട് വിട്ടിറങ്ങി. ഫ്രാൻസിസ് അവളുടെ മുടി മുറിച്ച് കറുത്ത കുപ്പായവും ശിരോവസ്ത്രവും നൽകി. തുടർന്ന് ഇളയ സഹോദരി ആഗ്നസും ക്ലാരയെ പിന്തുടർന്ന് സന്യാസ ജീവിതം തെരഞ്ഞെടുത്തു. അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടുപോയി വിവാഹം കഴിപ്പിക്കുവാനുള്ള പിതാവിൻ്റെ ശ്രമങ്ങൾ വിഫലമാവുകയാണ് ഉണ്ടായത്. തുടർന്ന് ഫ്രാൻസിസ് മുൻകൈയെടുത്ത് പുതുക്കിപ്പണിത സാൻ ഡാമിയാനോ പള്ളിക്കടുത്തേക്ക് അവർ താമസം മാറ്റുകയും വേറെ ചില സന്യാസാർത്ഥികൾ കൂടി ഒപ്പം ചേരുകയും ചെയ്തു. കാലക്രമേണ സാൻ ഡാമിയാനോ പാവപ്പെട്ട സ്ത്രീകളെന്നറിയപ്പെട്ട ആ ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹത്തിൻ്റെ ആസ്ഥാനമായി വളർന്നു. ആ സന്യാസ ഭവനം തീവ്രമായ തപശ്ചര്യകൾ കൊണ്ട് പ്രശസ്തമായിരുന്നു. തികച്ചും ദിവ്യകാരുണ്യാധിഷ്ഠിതമായ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ശക്തി സ്വീകരിച്ച മാതൃകാപരമായ ഒരു സന്യാസ ഭവനം. 1215 കേവലം 22 വയസ്സ് മാത്രമുള്ളപ്പോൾ ഈ സമൂഹത്തിൻ്റെ മഠാധിപതിയായി ക്ലാര ചുമതലയേറ്റു. തുടർന്നുള്ള 4 പതിറ്റാണ്ട് കാലവും ആ പദവിയിൽ തുടർന്നു പോന്നു. 1263 ക്ലാരയുടെ മരണശേഷം 10 വർഷത്തിനകം ഈ സമൂഹം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ എന്ന് വിളിക്കപ്പെട്ടു. ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധിയിലും ജീവിതനിഷ്ഠയിലും ഫ്രാൻസിസിനെ അനുകരിക്കാൻ ശ്രമിച്ചതുമൂലം മറ്റൊരു ഫ്രാൻസിസ് എന്ന പേരിലും ക്ലാര അറിയപ്പെട്ടു. അവൾ തൻ്റെ സ്വന്തം ആത്മീയ പിതാവായി കണ്ടിരുന്ന ഫ്രാൻസിസിനെ എക്കാലവും സഹായിക്കുവാനും ഏറെ പ്രോത്സാഹനങ്ങൾ നൽകുവാനും ക്ലാരയ്ക്ക് കഴിഞ്ഞിരുന്നു. ഫ്രാൻസിസിൻ്റെ ജീവിതാവസാനത്തോടടുത്തുള്ള രോഗവേളകളിൽ അദ്ദേഹത്തെ അവൾ ശുശ്രൂഷിച്ചിരുന്നു. ദാരിദ്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആദർശങ്ങളായിരുന്നു ഫ്രാൻസിസ്കൻ സഭകളുടെ എക്കാലത്തെയും സവിശേഷത. ഫ്രാൻസിസിന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കടുപ്പമേറിയ നിർദ്ദേശങ്ങളെ മയപ്പെടുത്തുന്ന രീതിയിലുള്ള പരിഷ്കരണങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ ക്ലാര എതിർത്തിരുന്നു. ഏറെക്കാലം അവളെ അലട്ടിയിരുന്ന കടുത്ത രോഗങ്ങളൊന്നും ഉറച്ച നേതൃത്വം നൽകുന്നതിന് ക്ലാരയ്ക്ക് തടസ്സമായിരുന്നില്ല. ജീവിതകാലത്തിൻ്റെ തുടക്കം മുതൽ അന്ത്യം വരെയും ദിവ്യകാരുണ്യ ഈശോയുടെ സവിശേഷമായ ദാരിദ്ര്യമെന്ന വലിയ സമ്പന്നതയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള ആവേശം ആ ജീവിതത്തിൽ പ്രകടമായിരുന്നു. ക്രിസ്തുവിനെ അനുകരിച്ചുള്ള സന്തോഷകരമായ ദാരിദ്ര്യത്തിൻ്റെ ദൈവശാസ്ത്രമായിരുന്നു ക്ലാരയുടെ സന്ദേശങ്ങളിലും അവൾ തയ്യാറാക്കിയ നിയമാവലിയിലും നിറഞ്ഞു നിന്നിരുന്നത്. ബോഹേമിയായിലെ രാജാവിൻ്റെ മകളായിരുന്ന പ്രേഗിലെ ആഗ്നസ് എന്ന സന്യാസിനിക്ക് ക്ലാര എഴുതിയ 4 കത്തുകളിലും നിറഞ്ഞു നിൽക്കുന്ന സന്ദേശം ദാരിദ്ര്യത്തിൻ്റെ ഈ സന്തോഷമാണ്. 1253 ആഗസ്റ്റ് 9 ഇന്നസെന്റ് 4-ാമൻ പാപ്പ തൻ്റെ സമൂഹത്തിനായി ക്ലാര തയ്യാറാക്കിയ നിയമാവലി ഔദ്യോഗികമായി അംഗീകരിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം ആഗസ്റ്റ് 11-ാം തീയതി തൻ്റെ 59-ാം വയസ്സിൽ ക്ലാര നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. മരണവുമായി ബന്ധപ്പെട്ട രംഗങ്ങളുടെ ഹൃദയസ്പർശിയായ വിവരണം അലക്സാണ്ടർ 4-ാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം സമകാലീനനായ സെലാനോയിലെ തോമസ് രചിച്ചതായി പറയപ്പെടുന്ന ക്ലാരയുടെ ജീവചരിത്രത്തിൽ കാണാം. ക്ലാരയുടെ സംസ്കാര ശുശ്രൂഷകൾക്കായി സാൻ ഡാമിയാനോയിൽ മാർപ്പാപ്പയുമെത്തിയിരുന്നു. മരണശേഷം കേവലം 2 വർഷം കഴിഞ്ഞപ്പോൾ അസീസിയിലെ ക്ലാരയെ അലക്സാണ്ടർ 4-ാമൻ പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ക്ലാരയുടെ അന്ത്യവിശ്രമ സ്ഥാനമായി നിശ്ചയിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഭൗതികാവശിഷ്ടം അസീസിയിലെ സാൻ ജോർജിയോ ചാപ്പലിൽ സംരക്ഷിക്കപ്പെട്ടു.
1260 വിശുദ്ധ ക്ലാരയുടെ ഭദ്രാസന പള്ളിയുടെ പണി പൂർത്തിയായപ്പോൾ ആ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് താഴെ സംസ്കരിച്ചു. ക്ലാരയുടെ സംഭാവനകൾക്കുള്ള അംഗീകാരമായി 1963 അർബൻ 4 പാപ്പ പാവപ്പെട്ട സ്ത്രീകളുടെ സമൂഹത്തെ വിശുദ്ധ ക്ലാരയുടെ സമൂഹമെന്ന് പുനർനാമകരണം ചെയ്തു. 600 വർഷങ്ങൾക്കു ശേഷം 1872 വിശുദ്ധ ക്ലാരയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഭദ്രാസന പള്ളിയിൽ പുതുതായി നിർമ്മിച്ച അൾത്താരയിലേക്ക് മാറ്റി. അത് ഇപ്പോഴും അവിടെ തുടരുന്നു. വിശുദ്ധ കുർബാനയുടെ അനന്തമായ മഹത്വം ഹൃദയത്തിൽ അനുഭവിച്ചിരുന്ന വിശുദ്ധയായിരുന്നു അസീസിയിലെ വിശുദ്ധ ക്ലാര. ഏറെക്കാലം രോഗിണിയായി അവശനിലയിൽ കഴിഞ്ഞിരുന്ന വിശുദ്ധയ്ക്ക് ദിവ്യബലിയിൽ പങ്കുകൊള്ളുവാൻ കഴിയാതെ വന്നിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സഹായത്തോടെ സ്വന്തം മുറിയിലെ ഭിത്തിയിൽ സമീപത്തെ പള്ളിയിൽ നടക്കുന്ന വിശുദ്ധ കുർബാന കാണുവാനും സജീവമായി പങ്കെടുക്കുവാനും കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകത മൂലം 1958 12 പിയൂസ് പാപ്പ അസീസിയിലെ വിശുദ്ധ ക്ലാരയെ ടെലിവിഷന്റെ സ്വർഗീയ മധ്യസ്ഥയായി പ്രഖ്യാപിക്കുകയുണ്ടായി. ലോകപ്രശസ്ത കത്തോലിക്ക ടെലിവിഷൻ ശൃംഖലയായ EWTN സ്ഥാപിച്ചത് ക്ലാരയുടെ സന്യാസ സമൂഹത്തിൽപ്പെട്ട മദർ ഏഞ്ചലിക്കയാണ് എന്നൊരു കൗതുകം കൂടിയുണ്ട്. ദിവ്യകാരുണ്യത്തെ അടുത്തറിഞ്ഞ് ദിവ്യകാരുണ്യമായി ജീവിച്ച ഒരു വിശുദ്ധ. അവളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സുവിശേഷ പ്രഘോഷണമായി മാറി. അനേകായിരങ്ങൾക്ക് മാർഗദീപവും ലോകത്തിനു മുഴുവൻ സന്ദേശവുമായി തീർന്നു. ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ജീവിതം നയിക്കുവാൻ ഈ ജീവിതം നമുക്ക് പ്രചോദനമേകട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ദിവ്യകാരുണ്യത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് എന്നും ജീവൻ പകരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച ദാരിദ്ര്യം എന്ന സുവിശേഷ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ച് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയ വിശുദ്ധ ക്ലാരയെ ഞങ്ങൾക്ക് മധ്യസ്ഥയും മാതൃകയുമായി നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അവളെപ്പോലെ ദിവ്യകാരുണ്യത്തിൻ്റെ ജീവിത സാക്ഷ്യമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോ വണയും നിമിഷമിതാ, തിരുഭോജ്യമായി സക്രാരിയിൽ നാഥൻ അണയും സമയമിതാ, മനസ്സിലെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയും നീതാ, കരുണ തുളുമ്പുമേ അൾത്താര തന്നില ഈശോ എഴുന്നള്ളുന്നു. ഓ എന്നേശുവേ, ഓ എൻ ജീവനേ, നീ